10,000-ഓളം വേക്കൻസീസുമായിട്ട് RRB നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. ALP ആണ് പോസ്റ്റ് വരുന്നത്, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 12 ഏപ്രിലാണ്. അതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് ശ്രദ്ധിക്കുക, 11 മെയ് ആണ്. സോ മെയ് 11 തീയതി ആകുമ്പം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് എന്നുള്ളത് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ വിൻഡോയും പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ വിൻഡോ വരുന്നത് 14 മെയ് മുതൽ 23 മെയ് വരെയാണ് ആ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. ഇനി മറ്റു ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പേ ലെവൽ വരുന്നത് ലെവൽ 2 ആണ്. അതേപോലെ തന്നെ ഇനീഷ്യൽ പേയ്മെന്റ് 19,900 ആണ്. ഏകദേശം 20,000 ആണ് പറയുന്നതെങ്കിലും എല്ലാ അലവൻസസും കൂടിയിട്ട് വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും സാലറി ആയിട്ട് വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ആസ് ഓൺ ജൂലൈ 1 ആണ്. സോ ജൂലൈ 1, 2025 ആകുമ്പോൾ 30 വയസ്സ് കവിയാത്ത ഒരാൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറീസ് OBC ആയാലും SC/ST കാറ്റഗറീസിനൊക്കെ അതിന് നിയമാനുസൃതമായ ഇളവുകൾ ഉണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, SSLC അതിന്റെ കൂടെ തന്നെ ITIയും കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ITIയിൽ തന്നെ ഒരു ട്രേഡ് പറയുന്നുണ്ട്, പല ട്രേഡ്സ് ആണ് പറയുന്നത്. ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്, റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ്, അങ്ങനെ വിവിധ തരം ട്രേഡ്സ് ആണ് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ SSLCയുടെ കൂടെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്രന്റീസ്ഷിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കണം. ഇനി അത് അല്ല എങ്കിൽ മെട്രിക്കുലേഷൻ, അതായത് SSLCയോടൊപ്പം തന്നെ ഒരു ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുക. SSLC പ്ലസ് ഡിപ്ലോമയാണ് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമയാണ് പറയുന്നത്. ഇനി ആ ഡിപ്ലോമ അല്ല, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അതും പോസിബിൾ ആണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും പോസിബിൾ ആണ്. അതേപോലെ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗും ഓക്കെ ആണ് എന്നുള്ളതും കൂടി പറയുന്നത്. സോ ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്, ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 11 തീയതി ആണ്. സോ മെയ് 11 തീയതി ആകുമ്പോഴേക്കും ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ലാസ്റ്റ് സെമസ്റ്റർ എഴുതുന്നവരോ അല്ലെങ്കിൽ ITIയുടെ ലാസ്റ്റ് ഇയർ എക്സാം എഴുതുന്നവരോ ഇത് അപ്ലൈ ചെയ്യേണ്ട. റിസൾട്ട് എന്തായാലും അനൗൺസ് ചെയ്തിരിക്കണം മെയ് 11 തീയതി ആകുമ്പോൾ. അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എക്സാക്ട് വേക്കൻസീസ് എത്രയാണെന്ന് നോക്കാം. 9,970 വേക്കൻസീസ് ആണ് ഇപ്പം കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ALP ആണ്, സോ ലോക്കോ പൈലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എല്ലാ ആസ്പെക്ട്സിലും. കൂടാതെ വിഷന്റെ കാര്യത്തിലും ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. കളർ വിഷനോ ബൈനോക്കുലർ വിഷനോ അതേപോലെ തന്നെ നൈറ്റ് വിഷനോ മീസോപിക് വിഷനോ ഇതൊന്നും തന്നെ പാടില്ല എന്നുള്ളതും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ലാസിക് സർജറി ചെയ്തവർ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി ഫീസിന്റെ കാര്യം ശ്രദ്ധിക്കുക. നോർമലി ഫീസ് വരുന്നത് 500 രൂപയാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT എഴുതുവാണെങ്കിൽ അതിൽ 400 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യും. ഇനി ഈ പറയുന്ന ഫീസ് ബാധകമാവാത്തത് SC/ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അതേപോലെ തന്നെ മൈനോറിറ്റീസ്, അതേപോലെ EBC എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവർക്കെല്ലാം തന്നെ ഫീസ് വരുന്നത് 250 ആണ്. അതും CBT എക്സാം എഴുതുവാണെങ്കിൽ ഈ 250 റീഫണ്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കാം. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് 5 സ്റ്റേജസ് ആണ് വരുന്നത്. അതായത് 2 സ്റ്റേജ് ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് CBT 1ഉം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് CBT 2ഉം ആണ് വരുന്നത്. പിന്നെ വരുന്ന മൂന്നാമത്തെ എക്സാം എന്ന് പറയുന്നത് CBAT ആണ്, ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. നാലാമത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ആൻഡ് ഫൈനലി മെഡിക്കൽ എക്സാമിനേഷനും ആണ്. ഈ 5 സ്റ്റേജ് കഴിയുമ്പോഴാണ് ജോലി ആവുന്നത്. ഇതിൽ CBT 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ്, അതേപോലെ മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 60 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. 75 മാർക്സും നെഗറ്റീവ് മാർക്സ് പറയുന്നുണ്ട് 1/3 ആണ്. ഇനി CBT 2 ആണെങ്കിൽ CBT 2ല് പാർട്ട് A എന്ന് പറഞ്ഞിട്ട് പാർട്ട് B എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കുക, പാർട്ട് എയിലെ മാർക്സിനനുസരിച്ചാണ് ഒരു കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പാർട്ട് A എന്ന് പറയുന്നത് മാത്സും ജനറൽ ഇന്റലിജൻസും റീസണിങ്ങും അതേപോലെ
അതേപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. പാർട്ട് ബിയിൽ 35% മാർക്സ് മിനിമം മേടിച്ചിരിക്കണം. ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, അതേപോലെ തന്നെ റെഫ്രിജറേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിരിക്കും. മെക്കാനിക്കൽ ആണെങ്കിൽ ഫിറ്റർ, മെക്കാനിക് അതിന്റെ ഒരു ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പാർട്ട് ബി എന്ന് പറയുന്നത്. അത് ക്വാളിഫൈങ് മാത്രമാണ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടാണ് വരുന്നത്. വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റീസണിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതിന് നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണ് വരുന്നത്. വിത്ത് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ക്വസ്റ്റ്യൻസും MCQ മോഡലും ആണ് വരുന്നത്. ഇതിന്റെയും ക്വാളിഫൈങ് മാർക്സ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരു ക്വാളിഫൈങ് മാർക്സ് പറയുന്നുണ്ട്. ഒരു T-score ഓഫ് മിനിമം 42 മാർക്സ് ആണ് പറയുന്നത്. അത് ഓരോ ബാറ്ററി ഓഫ് ടെസ്റ്റ് ഉണ്ട്. ആ ഓരോ ടെസ്റ്റിലും നമ്മളൊരു മിനിമം ക്വാളിഫൈങ് മാർക്സ് മേടിച്ചിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. DV ആണ്. സോ CBT 1 കഴിഞ്ഞ് CBT 2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ദെൻ ഫൈനൽ ഇസ് ദി മെഡിക്കൽ എക്സാമിനേഷൻ. അവിടെയാണ് നോക്കുന്നത് A1 ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റിംഗ് RRBs ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഒരുപാട് പാർട്ടിസിപ്പേറ്റിംഗ് RRBs ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് RRB ആണോ ചൂസ് ചെയ്യുന്നത് ആ RRBക്ക് അനുസരിച്ച് നമ്മൾ അതിന്റെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ തിരുവനന്തപുരം ആണെങ്കിൽ RRB തിരുവനന്തപുരം.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. അതേപോലെ തന്നെ ഓരോ RRBസിന്റെയും വേക്കൻസീസ് അവർ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരം ആണെങ്കിൽ UR കാറ്റഗറിക്ക് 55 വേക്കൻസീസും അതേപോലെ SC കാറ്റഗറിക്ക് 25 വേക്കൻസീസും ST കാറ്റഗറിക്ക് 15, OBCക്ക് 32, 21 ആണ് EWSന് വരുന്നത്. സോ ടോട്ടൽ 148 വേക്കൻസീസ് ആണ് വരുന്നത്. 148 വേക്കൻസീസ് ആണ് തിരുവനന്തപുരത്ത് വരുന്നത്. എക്സ് സർവീസ്മെന് 15 വേക്കൻസീസും വരുന്നുണ്ട്. സോ ഏത് RRB ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ആലോചിച്ച് മാത്രം ചെയ്യുക. കാരണം വൺസ് ഒരു RRB ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ വിൻഡോയിൽ പോലും നമുക്ക് മാറ്റാൻ പറ്റൂല എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല ഒരു RRB നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10 വർഷം വരെ അതേ RRB തന്നെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. സോ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ RRB ചൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചുള്ളത് വരുന്നത്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. അതുപോലെ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.